യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് അനിത. ഞാൻ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി അച്ഛൻ്റെ ധ്യാനം കൂടുന്നത് കുവൈറ്റിൽ വെച്ചാണ്. അവിടെ അച്ഛൻ്റെ ധ്യാനം വന്നപ്പോൾ ഞാൻ കൂടിയായിരുന്നു. അവിടെ വെച്ച് അച്ഛൻ പറഞ്ഞായിരുന്നു എല്ലാവരും ഒലിവ് ഓയിൽ മേടിച്ചുകൊണ്ട് വരിക, അത് വെഞ്ചരിച്ച് തരാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ ഒലിവ് ഓയിലും വെള്ളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി. എൻ്റെ കാലിന് 10 വർഷം കുവൈറ്റിൽ ചെന്നതിന് ശേഷം 10 വർഷമായിട്ട് എൻ്റെ കാലിൻ്റെ പാദം, വലതുകാലിൻ്റെ പാദം ചൊറിച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒലിവ് ഓയിൽ പുരട്ടി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ വലത് കൈയുടെ പാദത്തിലും ഇതുപോലെ ചൊറിച്ചിൽ അനുഭവപ്പെട്ടു. ആദ്യം കാലയിലെ ശരിക്കും മാറി, കയ്യിൽ മാറുന്നില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ തൂത്തുകൊണ്ടിരുന്നപ്പോൾ അത്ഭുത ജപമാല കൂടിക്കൊണ്ടിരുന്നപ്പോൾ തൂത്തുകൊണ്ടിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞായിരുന്നു ഇപ്പോൾ ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്ന ഒരാൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടുന്നു. അതോടുകൂടി എൻ്റെ കയ്യിലെ ചൊറിച്ചിലും പൂർണ്ണമായി മാറി. അതോടുകൂടി ഞാൻ എൻ്റെ ചേച്ചിക്കും എല്ലാവർക്കും ഈ അത്ഭുത ജപമാല അയച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. എൻ്റെ ചേട്ടൻ്റെ മോൻ്റെ വിവാഹ തടസ്സമുണ്ടായിരുന്നു. 33 വയസ്സായിരുന്നു. അവരുടെ മമ്മിക്ക് ഞാനിത് അയച്ചു കൊടുത്തു, കൂടാൻ പറഞ്ഞുകൊണ്ട് അയച്ചു കൊടുത്തു. അവരും കൂടി ഞാനും കൂടി 3-ാമത്തെ ആഴ്ച ആയപ്പോഴത്തേനും വിവാഹം വന്നു. വിവാഹം ഇപ്പം നടന്നു. അവർ വന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ ഞാൻ ഈ 15 വർഷമായിട്ട് കുവൈറ്റിൽ ജോലി ചെയ്യുമ്പോൾ ഈ ഒലിവ് ഓയിൽ സ്ഥിരം ഞാൻ എൻ്റെ ബോഡിയിൽ കുളി കഴിയുമ്പോൾ ഉപയോഗിക്കുന്നതായിരുന്നു. പക്ഷേ ഈ വെഞ്ചരിച്ച ഒലിവ് ഓയിൽ പറ്റിയപ്പോഴാണ് എനിക്ക് പൂർണ്ണമായും ആ രോഗം മാറി കിട്ടിയത്. 30 വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്ന മേക്കാത്, ഇങ്ങനെ അച്ഛനെപ്പോഴും മേക്കാത് ഊരണമെന്നൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് ഞാൻ 30 വർഷം ഉപയോഗിച്ചുകൊണ്ടിരുന്ന മേക്കാത് ഊരി മാറ്റി. പ്രത്യേകിച്ച് സൗഖ്യത്തിന് വേണ്ടിയൊന്നും അല്ലായിരുന്നു. പക്ഷേ എനിക്ക് നാട്ടിൽ വരുമ്പോൾ, ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞ ഒരു 3 ആഴ്ചത്തേക്ക് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. എപ്പോഴും ജലദോഷവും തൊണ്ടവേദന, അലർജി, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പ്രാവശ്യം വന്നിട്ട് അപ്പോൾ ഞാനങ്ങനെ തുമ്മാനൊക്കെ ആയിട്ട് ഒരു തുണി സ്ഥിരം വെച്ചിട്ടുണ്ട്. ഞാൻ കൊച്ചിനോട് അത് പോകുമ്പോൾ മടക്കി വെച്ചേക്കണമെന്ന് പറയും. ഈ പ്രാവശ്യം വന്നിട്ട് എനിക്കത് ഉപയോഗിക്കേണ്ടേ വന്നിട്ടില്ല. ഇതുവരെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. ഞാനിപ്പോൾ 2 മാസമായി ഇവിടെ നാട്ടിൽ വന്നിട്ട് ഇതുവരെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. നല്ലൊരു കൈയടി കൊടുത്ത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ ഈ സാക്ഷ്യം? കണ്ടോ, കുവൈറ്റിലായിരിക്കുമ്പോൾ എനിക്ക് വൈകുന്നേരം ഒരു 7 മണി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരാഹാരം കഴിക്കാൻ പറ്റത്തില്ല. കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് പിറ്റേ ദിവസം വയറിങ്ങനെ വീർത്ത് കെട്ടിയിരിക്കും. അതെൻ്റെ കൂടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. ഒരു ദിവസം എനിക്ക് ആഹാരം കഴിക്കേണ്ടി വന്നപ്പോൾ കഴിച്ചു. പക്ഷേ വയറിനൊരു കുഴപ്പമില്ല. പിന്നെ ഞാൻ എൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞപ്പോൾ ശരിയാ, എനിക്ക് ഒരു പ്രശ്നവും എൻ്റെ വയറിനില്ല. അങ്ങനെ നിരവധി സൗഖ്യങ്ങൾ തന്നിട്ടുണ്ട്. ഈ ഒലിവ് ഓയിലോ തേനോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിരുന്നോ? തേൻ കഴിച്ചു. പിന്നെ ഒലിവ് ഓയിൽ സ്ഥിരമായിട്ട് ഈ ചൊറിച്ചിലുള്ളപ്പോൾ പുരട്ടിയായിരുന്നു. അതുകൊണ്ട് പൂർണ്ണമായിട്ടും എനിക്കതിൽ നിന്ന് സൗഖ്യം കിട്ടി. പിന്നെ അച്ഛന് പല പ്രാവശ്യം എൻ്റെ കൊച്ചിൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും പേര് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈശോ അനുഗ്രഹിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായി സൗഖ്യം തന്ന അന്തോണിസ്മിനും വലിയ സൗഖ്യമാണ് കേട്ടോ. സ്നേഹമുള്ളൊരു 10 വർഷമായി ചേച്ചി കുവൈറ്റിൽ ജോലി ചെയ്യുന്നു. അന്ന് മുതലുള്ള കാര്യമുള്ള ചൊറിച്ചിലാണ്. അവിടെ അച്ഛൻ ധ്യാനം നടത്തിയപ്പോൾ ഒലിവ് ഓയിൽ വെഞ്ചരിച്ച് കൊടുത്ത് ഒലിവ് ഓയിൽ പുരട്ടി പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ സൗഖ്യം. വയറിൻ്റെ ബുദ്ധിമുട്ട് സെക്കൻഡ് സ്റ്റഡ് ഊരിപ്പോൾ കണ്ടില്ലേ, എത്ര വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. ഒരു ടൗല അതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ തുമ്മാനും മൂക്കൊലിപ്പും ഇത് മറ്റേ അസ്വസ്ഥതയൊക്കെയാണ്. ഇവിടെ വന്നിട്ട് ഇപ്രാവശ്യമൊക്കെ ലീവിന് വന്നിട്ട് ഇതുവരെ ഈ 2 മാസം കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. കണ്ടോ.